In the last class, we discussed about the techniques or methods of sales promotion. In that, we discussed first head of that is consumer sales promotion. Now we move to the second head, that is dealer sales promotion, or we can say sales promotion at dealers level. Dealer promotion or trade promotion relates to those activities which offer some special incentive to the dealers or distributors if they purchases the products above a specific quantity. These are intended to increase the interest of dealers and distributors. Dealer promotion methods stimulate wholesalers and retailers to carry products and market these products aggressively. Dealer promotion is significant as middlemen are vital links in the chain of distribution. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ ഡീലേഴ്സ് ലെവലിൽ നടക്കുന്ന സെയിൽസ് പ്രൊമോഷൻ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ 2 സെഷനിലായിട്ടാണ് നമ്മൾ കൺസ്യൂമർ ലെവലിലെ സെയിൽസ് പ്രൊമോഷൻസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ നമ്മൾ നോക്കിയത്. ഓക്കെ, അതാരും മറന്നു പോകല്ലേ. 12 പോയിൻ്റാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തത്. ഇവിടെ നമ്മൾ ഡീലേഴ്സ് ലെവലിൽ നമുക്കറിയാം മിഡിൽമെൻസിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് റോളാണുള്ളത്. അതായത് ചെയിൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അതിൽ മിഡിൽമെൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തവരാണ്. സോ ഒരു എബോവ് ക്വാണ്ടിറ്റി, ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റിക്ക് മുകളിലായിട്ട് അവർ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ അവർക്ക് ചില ഓഫറുകൾ കമ്പനി മാനുഫാക്ചറേഴ്സ് കൊടുക്കുന്നുണ്ട്. അതാണ് ശരിക്കും ഡീലർ പ്രൊമോഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്കതിനെ ട്രേഡ് പ്രൊമോഷൻ എന്ന് പറയാം. ഓക്കെ, എന്തൊക്കെയാണ് ഡീലർ പ്രൊമോഷനിൽ വരുന്നത്, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടെക്നിക്സുകളാണ് നമ്മൾ ഡീലർ സെയിൽസ് പ്രൊമോഷനിൽ നോക്കാൻ പോകുന്നത്. The following are the various dealer promotion techniques. First one is buying allowance, second one merchandise allowance, third one push money or premiums, fourth one price deals, fifth one count and recount allowance. Let us look at the explanations. First one is buying allowance. It is a temporary price reduction to dealers for purchasing specified quantities of a product. This method is more effective for introducing new products into the market. ഇപ്പം ബൈയിങ് അലവൻസ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി പ്രൈസ് റിഡക്ഷൻസ് ആണ്. അത് ട്രേഡേഴ്സിനോ അല്ലെങ്കിൽ ഡീലേഴ്സിനോ കൊടുക്കുന്ന ടെമ്പററി പ്രൈസ് റിഡക്ഷനാണ് ബൈയിങ് അലവൻസ് എന്ന് പറയുന്നത്. ഒരു സ്പെസിഫൈഡ് ക്വാണ്ടിറ്റിയിൽ കൂടുതൽ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന പ്രൈസ് റിഡക്ഷനാണ്. ഇപ്പോൾ പറയുന്നു, ഒരു കേസ് ടൂത്ത് പേസ്റ്റ് അവർ ഒരു ഡീലർ എടുക്കുകയാണെങ്കിൽ അതിന് 50 രൂപയോളം കുറവ് കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ബൈയിങ് അലവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ബൾക്ക് പർച്ചേസ് നടത്തുമ്പോഴാണ് ഡീലേഴ്സും ട്രേഡേഴ്സും ആണല്ലോ ബൾക്ക് പർച്ചേസ് നടത്തുന്നത് തന്നെ. സോ അപ്പോൾ അവർ കമ്പനി നിശ്ചയിക്കുന്നതിൽ കൂടുതൽ ഒരു അളവ് ഒരു ഡീലറോ അല്ലെങ്കിൽ ട്രേഡറോ വാങ്ങിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു പ്രൈസ് റിഡക്ഷൻ കൊടുക്കുന്നതാണ് ബൈയിങ് അലവൻസ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മെർച്ചൻഡൈസ് അലവൻസ് ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ പേയ്മെൻറ്റ് ഓഫ് സർട്ടൻ എമൗണ്ട് ഓഫ് മണി ടു ഡീലേഴ്സ് ഫോർ പ്രൊവൈഡിങ് സ്പെഷ്യൽ പ്രൊമോഷണൽ എഫേർട്സ് സച്ച് ആസ് അഡ്വർടൈസിങ് ഓർ ഡിസ്പ്ലേസ്. അഡ്വർടൈസിങ്ങും ഡിസ്പ്ലേസും ഒക്കെ ചെയ്യാനായിട്ട് നമ്മുടെ ഡീലേഴ്സിന് കൊടുക്കുന്ന സർട്ടൻ എമൗണ്ട് ഓഫ് മണിയാണ് ശരിക്കും പറഞ്ഞാൽ മെർച്ചൻഡൈസ് അലവൻസ് എന്ന് പറയുന്നത്. അതായത് ഡീലേഴ്സോ ട്രേഡേഴ്സോ അവർ പ്രൊമോഷണൽ എഫേർട്സ് ചെയ്യാനായിട്ട്, അതായത് അഡ്വർടൈസിങ്ങും ഡിസ്പ്ലേസും ഒക്കെ അവർ ചെയ്യാനായിട്ട് അവർക്ക് കൊടുക്കുന്ന സർട്ടൻ എമൗണ്ട് ഓഫ് മണിയാണ് മെർച്ചൻഡൈസ് അലവൻസ് എന്ന് പറയുന്നത്. Thus it may be in the name of advertising allowance or display allowance. These allowances are given for arranging special advertisement or special displays of the company's products. After verifying promotional work of the dealer, the manufacturer gives a certain amount of money for promotional activities. Then, third one is push money or premiums. This method is effective when personal selling is an important part of marketing effort. This is an incentive payment in cash to the retailer to push a line or brand of product of the manufacturer. This method is not effective for products sold through self-service. The company may also offer specialty items bearing the name of the company. പുഷ് മണി എന്ന് പറയുന്നത് റീറ്റെയിലറിന്
കിട്ടുന്ന ഇൻസെൻറ്റീവ്സാണ്, അതായത് ക്യാഷായിട്ട് കിട്ടുന്ന ഇൻസെൻറ്റീവ്സാണ് പുഷ് മണി എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അവർ പേഴ്സണൽ സെല്ലിങ് വരുന്ന കസ്റ്റമേഴ്സിനെ കൊണ്ട് അത് വാങ്ങിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ വാങ്ങിപ്പിക്കുന്നതിന് റീറ്റെയിലേഴ്സിന് കൊടുക്കുന്ന ക്യാഷാണ്, ഇൻസെൻറ്റീവ്സാണ് ശരിക്കും പുഷ് മണി അല്ലെങ്കിൽ പ്രീമിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പ്രൈസ് ഡീൽസ്. Apart from regular discount, special discounts are also allowed to the dealers for a specified quantity of purchases. Price deals എന്ന് പറയുന്നത് റീറ്റെയിലേഴ്സിനോ അല്ലെങ്കിൽ ഡീലേഴ്സിനോ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നതാണ് പ്രൈസ് ഡീൽസ് എന്ന് പറയുന്നത്. അവർ സ്പെസിഫൈഡ് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട്സ് കൊടുക്കുന്നു. റെഗുലർ ഡിസ്കൗണ്ട് ഉണ്ട്, അതിനോടൊപ്പം തന്നെ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റിയിൽ കൂടുതൽ അദ്ദേഹം വാങ്ങിക്കുകയാണെങ്കിൽ, അതായത് റീറ്റെയിലേഴ്സ് ഡീലേഴ്സ് വാങ്ങിക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് സ്പെഷ്യൽ ഡിസ്കൗണ്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കൗണ്ട് ആൻഡ് റീകൗണ്ട് അലവൻസ്. Under this method, a specific amount of money will be paid for each product unit moved from the dealer's warehouse for a given period of time. ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനകം വെച്ചിട്ട് ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് മണി ഡീലേഴ്സിന് കൊടുക്കുന്നതാണ് കൗണ്ട് ആൻഡ് റീകൗണ്ട് അലവൻസ് എന്ന് പറയുന്നത്. This method is useful to clear out old product or package from the dealer's warehouse. So, നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ ഡീലേഴ്സ് സെയിൽസ് പ്രൊമോഷനാണ് ഡിസ്കസ് ചെയ്തത്. പ്രധാനപ്പെട്ട ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡീലേഴ്സ് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് ആണ് ഈ 5 ഹെഡ്സുകളും. അതിൽ ഫസ്റ്റ് വൺ ബൈയിങ് അലവൻസ്. അലവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പററി പ്രൈസ് റിഡക്ഷൻ. ഡീലേഴ്സിന് കൊടുക്കുന്ന ടെമ്പററി പ്രൈസ് റിഡക്ഷനാണ് അവരൊരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റിയിൽ കൂടുതൽ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ. ദെൻ സെക്കൻഡ് വൺ മെർച്ചൻഡൈസ് അലവൻസ് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ അഡ്വർടൈസിങ്ങും ഡിസ്പ്ലേസും ഒക്കെ ചെയ്യുന്നതിന്, കമ്പനിയുടെ അഡ്വർടൈസിങ്ങും ഡിസ്പ്ലേസും ചെയ്യുന്നതിന് നമ്മുടെ ഡീലേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് മണിയാണ് മെർച്ചൻഡൈസ് അലവൻസ് എന്ന് പറയുന്നത്. പുഷ് മണി അല്ലെങ്കിൽ പ്രീമിയം എന്ന് പറയുന്നത് റീറ്റെയിലേഴ്സ് പേഴ്സണൽ സെല്ലിങ് നടത്തുന്നതിനേക്കായിട്ട് ഇൻസെൻറ്റീവ്സ് പേയ്മെൻറ്റ് നടത്തുന്നതിന് കമ്പനി കൊടുക്കുന്നതാണ് പുഷ് മണി അല്ലെങ്കിൽ പ്രീമിയം എന്ന് പറയുന്നത്. ദെൻ കം ടു ദ പ്രൈസ് ഡീൽസ്. പ്രൈസ് ഡീൽസ് എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫൈഡ് ക്വാണ്ടിറ്റിയിൽ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നതിനായിട്ട് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നതാണ് പ്രൈസ് ഡീൽസ്. ദെൻ കൗണ്ട് ആൻഡ് റീകൗണ്ട് അലവൻസ് എന്ന് പറയുന്നത് ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ ഡീലേഴ്സ് അവരുടെ സ്റ്റോക്ക് മൂവ് ചെയ്യിക്കുന്നതിനനുസരിച്ചിട്ട് അവർക്ക് സ്പെസിഫിക് എമൗണ്ട് ഓഫ് മണി പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് കൗണ്ട് ആൻഡ് റീകൗണ്ട് അലവൻസ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡീലേഴ്സ് അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ് അവരൊരിക്കലും ഒരുപാട് ഇൻവെൻട്രീസ് അവരുടെ വെയർഹൗസിൽ ഉണ്ടായിരിക്കത്തില്ല. കഴിയുന്നതും അവരതെല്ലാം സെല്ല് ചെയ്ത് മാറ്റിയിരിക്കും. അതോടൊപ്പം തന്നെ പഴയ സ്റ്റോക്കുകളും അതുപോലെ പഴയ പാക്കേജും ഒന്നും തന്നെ ഡീലേഴ്സിൻ്റെ വെയർഹൗസിൽ കാണത്തില്ല. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇത്രയുമാണ് ഡീലേഴ്സ് സെയിൽസ് പ്രൊമോഷൻ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ എന്താണെന്ന് നോക്കാം. അതുകൂടി ആകുമ്പോഴാണ് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് എന്ന ഒരു എസ്സേ കംപ്ലീറ്റ് ആകുന്നത്.